ദൈവനാമത്തിലേവർക്കും സ്നേഹവന്ദനം. കൊലോസ്യ ലേഖന പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അത്യുന്നതനും പരിശുദ്ധനും വിളിച്ചാൽ വിളി കേൾക്കുന്നവനും, മനുഷ്യർക്കാർക്കും കണ്ടുകൂടാത്തവനും കാണാൻ കഴിയാത്തവനും, വിശുദ്ധിയുടെയും തേജസ്സിൻ്റെയും പരിശുദ്ധിയുടെയും നിറവിൽ, ഉന്നതങ്ങളുടെ പാരമ്യത്തിൽ പരമപരിശുദ്ധിയുടെ അങ്കണത്തിൽ, സ്വർഗീയ പ്രഭാവത്തിൻ്റെയും തേജസ്സിൻ്റെയും നിറവിൽ, കെരൂബുകളാലും സറാഫുകളാലും ദൂതഗണങ്ങളാലും അനന്തരം എപ്പോഴും ആരാധിക്കപ്പെടുകയും വന്ദിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്ന സകലത്തിൻ്റെയും നാഥനും ഉടയവനും പാലകനും പരിരക്ഷകനുമായി സർവവല്ലഭനായി വാഴുന്ന അത്യുന്നതനായ ആത്മസ്വരൂപനായ അന്തരംഗങ്ങളെയും ഉള്ളറകളെയും ഉൾപ്പുകളെയും നിലവുകളെയും അറിയുന്ന, സകലത്തെ ഉളവാക്കിയ, സകലത്തെ ഉത്ഭവിപ്പിച്ചവരും സകലത്തിനും കാരണഭൂതനുമായ സത്യസമ്പൂർണനും സ്നേഹസ്വരൂപനും വിശുദ്ധനും പരിശുദ്ധനുമായി ദൈവമേ ഞങ്ങളെ ഭരിക്കുകയും നിയന്ത്രിക്കുകയും നടത്തുകയും ചെയ്യുന്ന സർവവല്ലഭനായ അത്യുന്നതനായ മഹോന്നതനായ പരിശുദ്ധ ദൈവമേ, ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് വിശ്വാസ ജീവിതം ജീവിപ്പാൻ തക്കവണ്ണം കൃപ നൽകി ലക്ഷ്യം ഞങ്ങൾ കാണിച്ചു തന്നു. പ്രത്യാശയിൽ മുന്നേറുവാൻ ആത്മാവിലൂടെ ഞങ്ങളെ സഹായിക്കുന്നു. അത് ഞങ്ങളുടെ വചനത്തെ ഉപയോഗിക്കുന്നു. ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ പരമേൽപ്പിക്കുകയാണ്. ഈ വചന പഠനം ദൈവമേ ഞങ്ങൾ വെറും കേൾവിക്കാരായി മാറാതെ ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം ഞങ്ങളതിനെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് തക്ക സമയത്ത് ഫലം കൊടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണം. കടന്നു വന്നവർക്കും വരാൻ കഴിയാതെ പോയവർക്കും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പലയിടത്തിരുന്നുകൊണ്ട് ഞങ്ങളോടൊപ്പം ഈ പഠനത്തിൽ പ്രവേശിച്ചിട്ടുള്ള എല്ലാവരെയും ഈ സമയത്ത് ഓർക്കുകയാണ്. ഞങ്ങളുടെ കൃപയും കരുണയും കാരുണ്യവും സാന്നിധ്യവും ഞങ്ങൾ അനുഭവിപ്പാനും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും അങ്ങ് ആധിപത്യമുണ്ടെന്ന് തിരിച്ചറിവ് ചെയ്യിപ്പാനും ഞങ്ങളെ സഹായിക്കണം. കുറവുള്ള കുറ്റങ്ങളെല്ലാം പൊറുക്കണം. മാനവമഹത്വം എടുക്കണം. ക്രിസ്തു യേശു മുഖാന്തരം അപേക്ഷിക്കുന്ന പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കൊലോസ്യ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യയിലുള്ള വിശ്വാസികളെക്കുറിച്ച് പ്രാർത്ഥിക്കുന്ന, സ്തോത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയാണ് നാം പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ പൗലോസ് പറയുന്നു 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യും. 3 വിഷയങ്ങളാണ് അപ്പോസ്തലൻ ഇവിടെ പരാമർശിച്ചത്: വിശ്വാസം, സ്നേഹം, പ്രത്യാശ. അപ്പം അവിടെ നമ്മൾ അവസാനമായി കണ്ടുകൊണ്ടിരുന്നത് സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ എന്ന വിഷയമാണ്. അപ്പോൾ ഇവരോട് പറയുകയാണ് അപ്പോസ്തലൻ, നിങ്ങൾക്കുള്ള പ്രത്യാശ സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നതാണ്. അപ്പോൾ പ്രത്യാശയുടെ ജീവിതത്തിൽ നിന്നാണ് വിശ്വാസവും സ്നേഹവും ഉത്ഭവിക്കുന്നത് എന്ന് അവിടെ നിമിത്തം എന്ന വാക്ക് കാണാം. സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം എന്ന വാക്കിലൂടെ നമുക്കത് കാണാൻ സാധിക്കുകയാണ്. പ്രത്യാശ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ കണ്ടു. പ്രതീക്ഷ, കാത്തിരിക്കൽ, അഭിലാഷ. ഇംഗ്ലീഷിൽ കോൺഫിഡൻറ്റ് എക്സ്പെക്റ്റേഷൻ. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്. വെറും ഒരു ഊഹമല്ല, വെറും പൊള്ളയായ ആഗ്രഹമല്ല. ദൈവമക്കൾക്ക് മാത്രമാണ് ഭൂമിയിൽ ജീവനുള്ള പ്രത്യാശയുള്ളത്. അവരുടെ പ്രത്യാശ, അവരുടെ പ്രതീക്ഷ വെറും പൊള്ളയായ ഒരു ആഗ്രഹമല്ല എന്നുകൊണ്ട്, ഒരു മനക്കോട്ടയല്ല എന്ന് നമ്മൾ കാണുകയുണ്ടായി. പലപ്പോഴും പലരുടെയും പ്രത്യാശ ഒരു സങ്കല്പമാണ്. കിട്ടിയാൽ കിട്ടി, നേടിയാൽ നേടി. ദൈവമക്കളുടെ പ്രത്യാശ അങ്ങനെയല്ല. അവർക്ക് വ്യക്തമായ ബോധ്യമുണ്ട്, വ്യക്തമായ നിശ്ചയമുണ്ട്. എന്താണ് ഞാൻ കാത്തിരിക്കുന്നത്, ഞാൻ എവിടേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അത് വിശ്വാസത്തിൽ ഉറച്ചതാണ്. ഈ വിധത്തിൽ പ്രത്യാശ എന്നത് വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ്. നമ്മുടെ അനേക വാക്യങ്ങൾ കഴിഞ്ഞ പഠനത്തിൽ കണ്ടു. വേഗത്തിലാണ് പോയത്. ഗലാത്യർ 5:5 ഞങ്ങളുടെ വിശ്വാസത്താൽ നീതി ലഭിക്കും എന്നുള്ള പ്രത്യാശ നിവർത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. പ്രത്യാശ ഒരു കാത്തിരിപ്പാണ്. പിന്നെ നമ്മൾ കണ്ടത് അപ്പോസ്തലരുടെ പുസ്തകം 24-ാം അധ്യായത്തിലെ 15-ാം വാക്യത്തിലും 1 പത്രോസ് 1:21 വാക്യത്തിലാണ് പ്രത്യാശയെക്കുറിച്ചുള്ള മറ്റു വാക്യം നമ്മൾ കണ്ടത്. അതോടൊപ്പം 1 പത്രോസ് 1:21, 1 തെസ്സലോനിക്കർ 1:3, 1 തിമോത്തിയോസ് 1:1, റോമർ 15:4 ഇങ്ങനെയാണ് വായിച്ചത്: നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടത്. ഇപ്പൊ ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുന്നവർക്കാണ് ജീവിതത്തിലെ ലക്ഷ്യബോധമുള്ളത്.
അവർക്ക് കാത്തിരിപ്പാൻ വിഷയമുള്ളത്. ആ കാത്തിരിപ്പ് അചഞ്ചലമായിരിക്കുന്നു. ഇപ്പൊ ദൈവത്താലാണ് ഈ സ്ഥിരതയും ആശ്വാസം ഉളവാകുന്നതും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യാശ കിട്ടുന്നതും. കൊലോസ് 1:23 പൗലോസ് പറഞ്ഞു, നിങ്ങൾ കേട്ടുമരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന്. ഇപ്പൊ ദൈവവചനത്തോട് ബന്ധപ്പെട്ടതാണ് പ്രത്യാശ എന്നുള്ളത്. അതിൽ നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസം നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. പ്രത്യാശയുടെ ഒരു വിഷയമാണ് നാം ഒരു ദിവസം നമ്മുടെ രക്ഷകന്റെ, നമ്മെ സ്നേഹിച്ച് ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച കർത്താവ് യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നാം നിൽക്കും. അത് വെറും മനക്കോട്ടയല്ല, അത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. യേശുവിന്റെ പുനരുത്ഥാനം നമ്മുടെ പുനരുത്ഥാനത്തിന്റെ പ്രത്യാശ നൽകി തരും. നമുക്ക് പുനരുത്ഥാനം ഉണ്ടാകും, നമ്മുടെ രൂപാന്തരം സംഭവിക്കും, സ്വർഗത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടും. ഇത് വെറും ഒരു ആഗ്രഹമല്ല, ഇത് പ്രത്യാശയുടെ സത്യമാണ്. ഇപ്പൊ മരിച്ചവരുടെ പുനരുത്ഥാനത്തെയും അവരുടെ പ്രത്യാശയെ കുറിച്ച് ഞാൻ വിസ്താരത്തിലായിരിക്കുന്നു പൗലോസ് പറയുകയാണ് അഗ്രിപ്പാവിനോട്. 1 പത്രോസ് 3:4, റോമർ 8:11 നമ്മൾ വായിച്ച കാര്യങ്ങളാണ്. നാമോ പകലിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചയും സ്ഥിരസ്ത്രമായ രക്ഷയുടെ പ്രത്യാശയും. രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമുള്ളതാണ് പ്രത്യാശ. ബാക്കിയുള്ളവർക്കൊക്കെ വെറും മനക്കോട്ടയാണ്. ദൈവത്തിൽ സത്യസന്ധമായി അടിസ്ഥാനപ്പെട്ടിട്ടില്ലാത്ത ഒരാൾക്കും യഥാർത്ഥ പ്രത്യാശ ഉണ്ടായിരിക്കില്ല. തീത്തോസ് 1:2 നമ്മൾ വായിച്ചു. ദൈവം സകലകാലത്തിന് മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ. ഏതെല്ലാം വിഷയങ്ങളിലാണ് നമുക്ക് പ്രത്യാശ ഉള്ളതെന്ന് ഈ വാക്യങ്ങളിൽ പരാമർശിക്കുകയാണ്. ഇത് നിത്യജീവന്റെ പ്രത്യാശ. അതേ പുസ്തകത്തിന്റെ 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനത്തെ കൊണ്ട്. ഇപ്പൊ ദൈവത്തിന്റെ കൃപയാൽ ലഭ്യമാകുന്ന അർഹതയില്ലാത്ത നന്മകളും നമുക്ക് പ്രത്യാശ നൽകി തരികയാണ്. 2 തെസ്സലോനിക്കർ 2:16 നമ്മുടെ കർത്താവ് യേശുക്രിസ്തു താനും നമ്മെ സ്നേഹിച്ച് നിത്യ ആശ്വാസവും നല്ല പ്രത്യാശയും. അവിടെ പ്രത്യാശ വിവരിക്കുന്നത് നല്ല പ്രത്യാശ. ഇതിനേക്കാളും വലിയൊരു പ്രത്യാശ വേറെയില്ല. അത് കൃപയാലെ നൽകിയിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവവും എന്നിവിടെ വ്യക്തമാക്കുന്നു. കൂടാതെ 1 പത്രോസ് 1:11 ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മഥനായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ. രക്ഷയുടെ അനുഭവത്തിൽ വരാൻ മാത്രമല്ല പ്രത്യാശ, കർത്താവ് യേശുവിന്റെ ആഗമനത്തിൽ 2ാം വരവിലും ഒരു വലിയ പ്രതീക്ഷയാണ് നമുക്ക് വരുവാനുള്ള കൃപയിൽ. അത് 1 പത്രോസ് 1:13 കണ്ടു. ഒരുവൻ രക്ഷ പ്രാപിക്കുന്നതിന് പ്രചോദനം, പ്രോത്സാഹനം നൽകുന്നതിനും പ്രത്യാശയ്ക്ക് സഹായിക്കാൻ കഴിയും. അവിടെ വ്യക്തമായി പറഞ്ഞ് പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, കാണുന്ന പ്രത്യാശയല്ല. റോമർ 8-ാം അധ്യായം. കൂടാതെ 1 യോഹന്നാൻ അതിന്റെ 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം പറയുന്നത് അവനിൽ ഈ പ്രത്യാശയുള്ളവൻ, ഈ ലക്ഷ്യബോധമുള്ളവൻ. ഇവിടെ അടിഞ്ഞുകൂടുന്ന തകർന്നടിയുന്ന ഒരു ജീവിതമല്ല, വെറും മണ്ണിൽ ആശ്രയിച്ച ഒരു ജീവിതമല്ല. കർത്താവേശുവിന്റെ മുമ്പിൽ നിൽക്കും, നിത്യ ആശ്വാസം എനിക്ക് കിട്ടും, നിത്യജീവൻ ഞാൻ പങ്കുള്ളവനാകും, എനിക്ക് രൂപാന്തരം സംഭവിക്കും, സ്വർഗത്തിൽ എനിക്ക് ഒരു കിരീടം ഒരുക്കപ്പെട്ടിരിക്കുന്നു. ഈ പ്രതീക്ഷയുള്ളവൻ എന്ത് ചെയ്യുന്നു? അവൻ കർത്താവ് നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലനാകാൻ ശ്രദ്ധിക്കുന്നു. ഇവിടെ നാം നിർമ്മലമല്ലാതെ പോയാൽ, പാപം ചെയ്ത് മല്ലപ്പെട്ടു പോയാൽ നമ്മൾ സ്വർഗത്തിലെത്തില്ല. ഓടിയ ഓട്ടം ഇടയ്ക്ക് കാലിടറി താഴെ വീണുപോകും, അവസാനം ലക്ഷ്യത്തിലെത്തില്ല. ഈ പ്രത്യാശയാണ് നമ്മളെ മുന്നോട്ട് ആകർഷിക്കുന്നത്. ഇവിടെ ദൂരെ കെട്ടിരിക്കുന്ന റിബൺ, ഇവിടെ വെച്ചിരിക്കുന്ന സമ്മാനം, അതാണ് നമ്മൾ മുന്നോട്ട് ഓടുവാൻ, ഏത് പ്രതികൂലത്തെ മറികടന്ന് മുന്നോട്ട് ഓടുവാൻ നമ്മെ സഹായിക്കുന്നത്. ഈ പ്രത്യാശയുടെ നമ്മുടെ വ്യക്തമായി കാണും. അതാണ് എബ്രായലേഖനം 6:10 നമ്മൾ വായിച്ചു. ഈ പ്രത്യാശ നിമിത്തമാണ് ദൈവമക്കൾ പ്രശംസിക്കേണ്ടത്. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശ, നമ്മൾ തേജസ്കരിക്കപ്പെടും. ഇതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന പ്രത്യാശ. ശരീരം രോഗബാധിതമാകും, പലവിധത്തിലുള്ള വേദനകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ നാം ദൈവത്തെ പോലെയാകും, രൂപാന്തരപ്പെടും. അതുകൊണ്ട് അവിടെ പൗലോസ് റോമർ 12:12 പറയുന്നു, 5:2 പറഞ്ഞു, ആശയിൽ സന്തോഷിപ്പിൻ, അതായത് പ്രത്യാശയിൽ സന്തോഷിപ്പിൻ എന്നാണ് കൽപ്പന. ഈ വിധത്തിൽ പ്രത്യാശയുള്ളവർ ക്രിസ്തുവിനുള്ള വിശ്വാസ ജീവിതത്തെക്കുറിച്ച് ഒരിക്കലും ലജ്ജിക്കുന്നില്ല. ലോകത്തിൽ ആരും അവരുടെ ഈ പ്രത്യാശയുള്ള ജീവിതം, ക്രിസ്തീയ ജീവിതം പ്രത്യാശയുടെ ജീവിതമാണ്. ലോകത്തിലുള്ള ഒരാളും അത് അംഗീകരിക്കില്ല, കൈയടിക്കില്ല, അഭിനന്ദിക്കില്ല. അവർ കളിയാക്കാനും താഴേക്ക് വലിച്ചിടാനേ ശ്രദ്ധിക്കുകയുള്ളൂ. പക്ഷെ ദൈവമക്കളെ സംബന്ധിച്ച് കർത്താവിലെ പ്രത്യാശയുള്ളവരെ ഒരിക്കലും ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിൽ ലജ്ജിക്കുന്നില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. റോമർ 1:16. ഒരു അവസാനം നമ്മൾ വായിച്ച വാക്യം എബ്രായ ലേഖനം 6-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ ഒരു നങ്കൂരമെന്ന പോലെ ആ കടലിൽ കിടക്കുന്ന നങ്കൂരമടിച്ചിരിക്കുന്ന കപ്പൽ ഇളകാതെ മറിയാതെ അത് പിടിച്ചു നിൽക്കുന്നത് അതിനൊരു നങ്കൂരമുള്ളത് കൊണ്ടാണ്. ദൈവമക്കളുടെ ജീവിതത്തിന്റെ നങ്കൂരം കർത്താവ് യേശുക്രിസ്തുവിനാണ്. ഇപ്പൊ വിശ്വാസം, പ്രത്യാശ, സ്നേഹം. റോമർ 5:1-5 വരെ
1 കൊരിന്ത്യർ 13:13 ഈ 3 കാര്യങ്ങളുണ്ട്. അത് ഏറ്റവും വലിയ സ്നേഹമെന്ന് അവിടെ കാണാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ 2 മുതൽ 5 വരെ, 1 തെസ്സലോനിക്കർ 1:3, 1 തെസ്സലോനിക്കർ 5:8 വാക്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതിയിടാവുന്നതാണ്. അപ്പൊ ഇന്ന് ഇവ ദൈവമക്കളുടെ ജീവിതത്തെ ഉത്തേജിപ്പിക്കുന്ന ശക്തികളാണ്. നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു ഫോഴ്സ് പറയുന്നവയാണ്. ദൈവമക്കളുടെ ജീവിതത്തെ മുന്നോട്ട് പോകുവാനായിട്ട് ഉത്തേജിപ്പിക്കുന്ന ശക്തികളാണ് ഈ 3 കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇവ 3-ലും വിശ്വാസം, പ്രത്യാശ എന്നിവ വാസ്തവത്തിൽ സ്നേഹത്തെക്കാളും പ്രാധാന്യമുള്ളതല്ല. പക്ഷെ അതേസമയത്ത് സ്നേഹമെന്ന് പറയുന്നത് മുന്നോട്ട് പോകാനായിട്ട് ഒരു പക്ഷെ നമ്മളെ സഹായിക്കുന്നുമില്ല. ഇവിടെയുള്ള ജീവിതത്തിൽ ദൈവത്തെയും ദൈവമക്കളെയും സ്നേഹിക്കുവാനുള്ള സ്നേഹം ആവശ്യമാണ്. പക്ഷെ ആ സ്നേഹങ്ങളുടെ ഒരു ഗുണമുണ്ട്, ദൈവത്തിലും ദൈവവചനത്തിലുമുള്ള ആശ്രയം വിശ്വാസം ഉത്ഭവിപ്പിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തോടൊപ്പം ഒന്നായി ചേരുവാൻ ദൈവത്തോടുള്ള സ്നേഹം നമ്മളെ സഹായിക്കാറുണ്ട്. യാക്കോബിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 17, 22, 24, 26. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 17, 22, 24, 26 വാക്യങ്ങളിൽ വിശ്വാസവും പ്രത്യാശയും എല്ലാം അവിടെ കാണാം. ആ വാക്യങ്ങൾ ഒന്ന് പെട്ടെന്ന് ഓടിച്ച് വായിച്ചു പോകാം. യാക്കോബ് 2-ാം അധ്യായം 17-ാമത്തെ വാക്യം. അവിടെ പറയുന്നത്, അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതാകിയാൽ സ്വതവേ നിർജീവമാണ്. അതിന്റെ 22-ാം വാക്യം, അവന്റെ പ്രവൃത്തികളോട്, അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ അവന്റെ പ്രവൃത്തിയോടുകൂടി വിശ്വാസം വ്യാപരിച്ചു. അപ്പൊ അബ്രഹാം നീതിമാനായി തീരുന്നതിനും വിശ്വാസത്തിന് യോഗ്യമായ ഒരു പ്രവൃത്തിയും തനിക്കുണ്ടായതുകൊണ്ടാണ് ദൈവം നീതീകരിക്കപ്പെട്ടത്. 24-ാം വാക്യം യാക്കോബ് 2. അങ്ങനെ മനുഷ്യർ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണും. നീതീകരിക്കപ്പെടുവാനായിട്ട് പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലല്ല ഒരുവനെ ദൈവം പാപമോചനം നൽകി തന്നോട് നിരപ്പിക്കുന്നത്. പക്ഷെ നിരപ്പിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ അതിന് യോഗ്യമായ പ്രവൃത്തികൾ ഉണ്ടാകണം. പ്രവൃത്തികളാലല്ല, ഞങ്ങൾ അതൊരു വലിയ ആശയക്കുഴപ്പമുള്ള ഒരു സംഭവമാണ്, ഒരു വിഷയമായതുകൊണ്ട് ആവർത്തിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികളും സൽഗുണങ്ങളും സൽപ്രവൃത്തികളുമല്ല ദൈവം നമ്മെ സ്വീകരിക്കാൻ കാരണമായത്. ദൈവം നമ്മെ സ്വീകരിക്കുന്നതിന്റെ കാരണം കർത്താവ് യേശുവിൽ നമ്മൾ വരച്ചിരിക്കുന്ന ഈ വിശ്വാസമാണ്. ആ വിശ്വാസമുള്ളവർക്ക് അതിൻ്റെതായ പ്രവൃത്തികളുണ്ട്. അതുകൊണ്ട് 26-ാം വാക്യം യാക്കോബ് അവസാനിപ്പിക്കുമ്പോൾ 2-ാമത്തെ ഇങ്ങനെ, ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്ന പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാണ്. അപ്പൊ ദൈവഹിതം അന്വേഷിക്കാനും അത് നിറവേറ്റുവാനും ദൈവത്തെ സ്നേഹിക്കുന്നതാൽ കഴിയുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ദൈവഹിതപ്രകാരം നാം ജീവിക്കാൻ ശ്രമിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 21, 23 വാക്യങ്ങളിൽ കർത്താവ് യേശുവിന്റെ വാക്കുകൾ തന്നെ അപ്രകാരമാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 21, 23 വാക്യങ്ങൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. യോഹന്നാൻ 14:21, എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാണ്. എന്തുകൊണ്ടാണ് ഒരു വ്യക്തി ദൈവ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നത്? ആരെങ്കിലും വഴക്ക് പറയുന്നത് പേടിച്ചല്ല, ആരെങ്കിലും ശാസിക്കുമെന്നുള്ള ഭയം കൊണ്ടല്ല. അതൊരിക്കലും സ്നേഹമല്ല. ഒരിക്കലും നമ്മൾ യഥാർത്ഥ ദൈവം അംഗീകരിക്കുന്ന പ്രവർത്തിക്ക് നിധാനമല്ല, കാരണമല്ല. ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കണം ഞാൻ ദൈവത്തിന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നതും പ്രവർത്തിക്കുന്നത്. അതിന്റെ 21-ാം വാക്യം അനുഗ്രഹം തുടർന്നായിട്ട് പറയും, യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. ഇപ്പൊ ദൈവനം പ്രമാണിക്കാത്തവരാരും ദൈവത്തെ സ്നേഹിക്കുന്നില്ല. ദൈവത്തെക്കുറിച്ച് സ്നേഹമാണ്, എന്നെ സ്നേഹിക്കുന്ന ദൈവം എന്നൊക്കെ പാട്ടുപാടാൻ നമുക്ക് സാധിക്കും, വാക്യം എഴുതി വയ്ക്കാൻ പറ്റും. പക്ഷേ നാം കൽപ്പനകൾ അനുസരിക്കുന്നത് ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ അനുഗ്രഹമായിട്ടാണ്. അല്ലാതെയുള്ള അനുസരണമല്ല. നാം ദൈവത്തെ അനുസരിക്കുന്ന, കൽപ്പനകൾ അനുസരിച്ച് ജീവിതത്തിൽ രൂപാന്തരം വരുത്തുന്നത് ദൈവത്തോട് വാസ്തവമായി സ്നേഹമുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നതിലാണ് അത് കഴിയുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പ്രത്യാശ നൽകി തരുന്നതാണ്. റോമർ 4:18 നമുക്ക് വായിക്കുമ്പോൾ അവിടെ കാണുന്ന അബ്രഹാമിനെ കുറിച്ചാണ് പറയുന്നത്. റോമർക്ക് ലേഖനം 4-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ വായിച്ച് കേൾക്കാൻ കഴിയും, നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്ന പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്നവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. തന്റെ കൺമുമ്പിലുള്ള തെളിവുകൾ, ഈ 99 വയസ്സ് പ്രായമുള്ള അബ്രഹാമിന് ദൈവം പറഞ്ഞത് സംഭവിക്കുമെന്നുള്ള യാതൊരു പ്രതീക്ഷയും നൽകുന്നതല്ല തൻ്റെ മുമ്പിലുള്ള സാഹചര്യം. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ പല കാര്യങ്ങൾ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും അത് സംഭവിക്കുമെന്നുള്ള യാതൊരു പോസിറ്റീവായിട്ടുള്ളൊരു പിന്തുണയോ തെളിവോ നമുക്ക് കിട്ടില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിലും ദൈവത്തെ മുറുകെ പിടിച്ച് ഇളകാതെ നിൽക്കുന്നതിനെയാണ് വിശ്വാസവും പ്രത്യാശയും എന്നൊക്കെ പറയുന്നത്. തെളിവ് തന്നിട്ട്, സൂചന തന്നിട്ട്, നിങ്ങളോട് പറഞ്ഞ കാര്യം സംഭവിക്കുമെന്നുള്ളതിന് ഞാനൊരു സൂചന തരാം എന്ന് പറഞ്ഞിട്ട് അതനുസരിച്ച് പോകുന്നവരല്ല വിശ്വാസികൾ. ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുമെന്നുള്ളതിന് യാതൊരു പ്രത്യക്ഷ തെളിവുമില്ല.
നമ്മുടെ കൂടെയുള്ള ഒരാളും അത് നല്ല രീതിയിൽ നമ്മളെ അഭിനന്ദിച്ച പ്രതീക്ഷ നൽകില്ല, നമ്മളെ തകർത്ത് നിരാശപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ. പക്ഷെ ദൈവവിശ്വാസികളെ സംബന്ധിച്ച് ദൈവം നമ്മോട് പറഞ്ഞു, ഇവിടെ അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിനക്കൊരു സന്തതിയെ തരും. അബ്രഹാമിന് 100 വയസ്സ് പ്രായമായി. 25 വർഷങ്ങൾക്ക് മുമ്പാണ് ദൈവം പറഞ്ഞത്. 25 വർഷം മുമ്പ് ദൈവം പറഞ്ഞ ആ വലിയ സത്യം, ആ പ്രതീക്ഷ നൽകുന്ന ആ വിഷയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. യാതൊരു തെളിവുമില്ല അത് സംഭവിക്കണം, പക്ഷെ താൻ ദൈവത്തിൽ ആശ്രമിക്കും. അതിനെപ്പറ്റി നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ കാണാം, 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം, എല്ലാം നെഗറ്റീവായുള്ള തെളിവുകളാണ് വരുന്നത്. നെഗറ്റീവായിട്ടാണ് നമ്മളെ തളർത്തുന്ന തെളിവുകളാണ് മുമ്പിലുള്ളത്. അവൻ 100 വയസ്സായി, ശരീരം നിർജീവമായി, തൻ്റെ ഭാര്യയുടെ ഗർഭപാത്രം നിർജീവമായി, പക്ഷെ അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഇങ്ങനെ വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്, ദൈവം ഒരു വാക്കും, അവിടെയാണ് ഒരു വ്യക്തിയും ദൈവം തമ്മിലുള്ള യഥാർത്ഥ ബന്ധം. ദൈവത്തെ വ്യക്തി എപ്രകാരം എങ്ങനെയാണ് കണ്ടിരിക്കുന്നതെന്നുള്ളത് ജീവിതത്തിലെ പല സന്ദർഭങ്ങളിൽ നാം തെളിയിക്കുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അത് ക്രിസ്തീയ ജീവിതം ഒരു വിശ്വാസത്തിന്റെ പരിശോധനയാണ്. നമ്മൾ സാധാരണ ചിന്തിച്ചു വയ്ക്കുന്ന നല്ല വിശ്വാസം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതാണ്. അപ്പൊ അവന്റെ വിശ്വാസത്തിന്റെ ഒരു ടെസ്റ്റ്, പരീക്ഷ നടക്കുകയാണ്. വെറും ഒരു റൂമിനകത്തിരുന്ന്, ഹോളിനകത്തിരുന്ന് നാം പ്രകടിപ്പിക്കുന്നതാണോ വിശ്വാസം? ജീവിതത്തിലെ പ്രതികൂലങ്ങളിൽ ദൈവത്തെ തന്നെ മുറുകെ പിടിച്ച, തീച്ചുളയിലാകട്ടെ, മറ്റേത് വെള്ളച്ചാട്ട നടുവിലാകട്ടെ, ചെങ്കടലിന്റെ നടുവിലാകട്ടെ, ദൈവത്തിൽ വിശ്വാസമുള്ളവരെ ആ സന്ദർഭങ്ങളില് ദൈവത്തെ തന്നെ മുറുകെ പിടിക്കും. പ്രത്യക്ഷമായി ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ അതാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ നേടുവാൻ കഴിയാത്ത ഒന്നിനു വേണ്ടി ആരും പ്രയത്നിക്കും. നമുക്ക് കിട്ടില്ല എന്ന് പറഞ്ഞാൽ മാങ്ങയില്ലാത്ത മാവിലേക്ക് കല്ലെറിയില്ല. നേടാൻ കഴിയാത്ത ഒരു കാര്യത്തിന് വേണ്ടി ആരും പ്രയത്നം നടത്താറില്ല. പ്രത്യാശ മാത്രമായതിനാൽ അതിന് മൂല്യമില്ല. വെറുതെ ഇങ്ങനെ വിശ്വസിച്ച് ഇങ്ങനെ പോകാമെന്നല്ലാതെ പ്രത്യാശയോടൊപ്പം വിശ്വാസത്താൽ വ്യാപരിക്കുന്ന സ്നേഹവും ആവശ്യമാണ്. അതാണ് ഗലാത്യലേഖനം 5:6. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം നമുക്ക് ഇങ്ങനെ വായിക്കാനായിട്ട് കഴിയും. അവിടെ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഗലാത്യർ 5:6-ാമത്തെ വാക്യം അവിടെ പറയുന്നത്, ക്രിസ്തുയേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർവവുമല്ല, ബാഹ്യമായി വരുത്തുന്ന മാറ്റങ്ങളും ഒന്നുമല്ല. പിന്നെ എന്താ പറയുന്നത്? സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. ദൈവത്തിലുള്ള സ്നേഹത്താലാണ് ഈ വിശ്വാസ ജീവിതം മുന്നോട്ട് പോകുന്നത്. അതാണ് അവിടെ വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. വിശ്വാസത്തിലും സ്നേഹത്തിലും പണിയപ്പെട്ടിരിക്കുന്ന പ്രത്യാശ, വിശ്വാസവും ദൈവത്തോടുള്ള സ്നേഹത്തിലും അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന പ്രത്യാശ ദൈവകൃപയിൽ പണിതിരിക്കുന്ന, ഇത് ദൈവകൃപയാണ്. അതിലാണ് ഇത് പണിത്. 1 പത്രോസ് 1:13 നമ്മൾ വായിച്ചു. ഇവിടെ നമ്മൾ വായിച്ചപ്പോൾ ഇങ്ങനെയാണ് കണ്ടത്. 1 പത്രോസ് 1:13 ആകെ നിങ്ങളുടെ മനസ്സുറപ്പിച്ച്, അവിടെയാണ് നമ്മൾ കാണാത്ത കാര്യം. വിശ്വാസം എന്ന് പറഞ്ഞാൽ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന് നിശ്ചയവുമാണ്. കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, ജലപ്രളയം കണ്ടിട്ടില്ല, പക്ഷെ ലോകം 120 വർഷം പ്രസംഗിച്ചു. ഒരു സാധാരണ ഒരു വ്യക്തിക്ക് കണ്ടിട്ടില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് എങ്ങനെയാണ് പ്രസംഗിക്കാൻ കഴിയുന്നത് ഇത്ര നിശ്ചയത്തോടെ? ഭൂരിപക്ഷ ജനങ്ങളൊന്നും വിശ്വസിച്ചില്ല. പക്ഷെ നോഹയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞത് ദൈവമാണ്. കുറുക്ക് വഴികൾ തേടിയില്ല, മഷീട്ട് നോക്കാൻ പോയില്ല, എത്ര നാൾ കാത്തിരിക്കണമെന്ന് പരാതി പറഞ്ഞില്ല. ദൈവം പറഞ്ഞിരിക്കുകയാണ്. ആകെ നിങ്ങളുടെ മനസ്സ് അതിൽ ഉറപ്പിച്ച്, അതിൽ നിന്നുള്ളത് ഞാൻ വിശദീകരിക്കാൻ പറഞ്ഞതാണ്. നിർമ്മതരായി, അതായത് മലിനപ്പെട്ടു പോകാതെ, അവിശ്വാസക്കുള്ളിൽ കയറാതെ, നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. ദൈവം ഒരു കാര്യം പറഞ്ഞു, നമുക്ക് നിത്യജീവൻ തരാം, യേശുവിന്റെ മുമ്പിൽ നിൽക്കും, പ്രത്യാശയുടെ അല്ലെങ്കിൽ പല കിരീടങ്ങൾ കിട്ടും, രൂപാന്തരം സംഭവിക്കും, ദൈവത്തെ പോലെയാകും, സ്വർഗത്തിലുള്ള പ്രവേശനം കിട്ടും. ഇതൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ആർക്കും പറയാം. ഇത് മനക്കോട്ടയാണ്. ഇതൊന്നും സംഭവിക്കുന്ന കാര്യമൊന്നുമല്ല. നമുക്കുണ്ടെങ്കിലും ഉണ്ട്, അല്ല ഭൂമി നമുക്ക് നേടിയാ നേടി. ഇതൊക്കെ ദൈവം തരുമെന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരുന്നില്ല. അബ്രഹാം 25 വർഷം കാത്തിരുന്നു. ഇതിന്റെ ഭാര്യയിൽ ഒരു പ്രതീക്ഷയില്ല. ഭാര്യയുടെ ഗർഭപാത്രം നിർജീവമായി. അന്നേരം ആരെങ്കിലും ഇനി എന്തിനാ അപ്പച്ച ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു? നിനക്ക് സന്തതി കിട്ടാനുള്ള മാർഗം അടഞ്ഞില്ലേ? ഇങ്ങനെയുള്ള പല മാർഗം നമ്മുടെ മുമ്പിൽ അടക്കി ഈ ലോകം, പിശാച്, മനുഷ്യൻ. അവിടെയെല്ലാം വിശ്വാസം പരിശോധിക്കപ്പെടുകയാണ്. ഇതാണ് ഏറ്റവും പ്രധാനമായുള്ള കാര്യം. വിശ്വാസം പരിശോധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, നമ്മൾ ഷോറൂമിൽ നിന്ന് വാങ്ങിച്ച കാറ് ടെസ്റ്റ് ചെയ്ത് നടത്തിയിട്ടാണ് ഷോറൂമിൽ കൊണ്ടുവയ്ക്കുന്നത്. ഒരു ചെറിയ പേന വാങ്ങിക്കുമ്പോൾ നമ്മുടെ പേപ്പർ എഴുതി നോക്കും, ചട്ടി വാങ്ങിച്ചാൽ കൊട്ടി നോക്കും, മീൻ വാങ്ങിക്കാൻ പണ്ടത്തെ ആൾക്കാർ ചെകളെ തുറന്നു നോക്കും. വിശ്വാസം പരിശോധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നാം വഞ്ചിക്കപ്പെടും. നമ്മൾ ആശ്രയിക്കുന്ന വിശ്വാസം നമുക്ക് പ്രയോജനമാണോ? ഒരു സന്ദർഭം, പ്രതികൂലം, പ്രയാസം, സങ്കടം, ദുഃഖം, ബുദ്ധിമുട്ട് വരുമ്പോൾ എനിക്ക് ഈ ഞാൻ കൊണ്ടു നടക്കുന്ന വിശ്വാസം സഹായിക്കുമോ? ഞാൻ ശരിക്കുള്ള വിശ്വാസം തന്നെയാണ് ഇരിക്കുന്നത്. പൗലോസ് എപ്പോഴും പറയും,
നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിക്കാം. 2 കൊരിന്ത്യർ 13:5. നിങ്ങളുടെ വിശ്വാസം ഒരു പ്രശ്ന സമയത്ത് സഹായിക്കുമോ? ഇപ്പൊ നമ്മുടെ വിശ്വാസം ശരിക്കും വനത്തിൽ പണിതില്ല എങ്കിൽ ഒരു പ്രതികൂലത്തിന്റെ പ്രയാസത്തിന്റെ ബുദ്ധിമുട്ടുന്ന സമയത്ത് നമ്മൾ ഓടിച്ചെല്ലുമ്പോൾ അത് മണൽ മാത്രമേ കാണുകയുള്ളൂ, വെള്ളത്തിൽ നിൽക്കാൻ പറ്റില്ല. പ്രത്യാശ ശരിയായി പണിയണമെങ്കിൽ വചനപ്രകാരം പണിയപ്പെട്ടിരിക്കണം, കൃപയാൽ പണിയണം. അപ്പോൾ ദൈവമക്കൾ എന്ന നിലയിൽ നാം അനുഭവിച്ചിട്ടില്ലാത്ത, ഇതുവരെ നിവൃത്തിയാകാത്തതിനെ പ്രതീക്ഷയോടെ കാത്തിരിക്കണം. എന്താ തെളിവ്? സഹോദര സഹോദരി, എന്തിനാ ഇങ്ങനെ കാത്തിരിക്കുന്നത്? എന്തെങ്കിലും സൂചനയുണ്ടോ? സൂചനയൊന്നുമില്ല. ദൈവം, ദൈവവചനം, ഇത് മാത്രമാണ് എനിക്കുള്ള പ്രത്യാശ. നമുക്ക് ലഭിച്ചു കഴിഞ്ഞതിനായി നാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നില്ല. റോമർ 8:24 വായിച്ചു കേൾക്കാം. റോമർ 8:24. അപ്പൊ ഈ കൃപയിലേക്കുള്ള പ്രവേശനം വിശ്വാസത്താലാണ് ലഭിക്കുന്നത്. കൃപയിലേക്കുള്ള പ്രവേശനം, ആ കൃപയിലാണ് പ്രത്യാശ പണിയപ്പെടേണ്ടത്. അപ്പോൾ എനിക്ക് എന്ത് അർഹതയും യോഗ്യതയുമാണുള്ളത് ഈ ജീവിതത്തിൽ പ്രവേശിക്കാൻ? റോമലേഖനം 8:24 വാക്യത്തില് അവിടെ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവർക്ക് നൽകിയിരിക്കുന്ന പ്രത്യാശയുണ്ട്. അത് മുന്നിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഓട്ടം ഓടുന്നത്. ഈ ലോകത്ത് നമുക്ക് ഒന്നും ആരും തരില്ല. ഒരാൾ നമ്മുടെ കൂടെ കാണില്ല. എല്ലാം താൽക്കാലിക ഒരു മായയായ ലോകമാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരട്ടെ, നമ്മൾ കൊടും പട്ടിണിയിലും ഒന്നുമില്ലാത്തൊരവസ്ഥയിലാകട്ടെ, നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൾക്കാർ കൂടെ ഉണ്ടാകും. നമ്മൾ ഒന്നുമില്ലെങ്കിൽ യോബിന്റെ ജീവിതത്തിൽ ദൈവം കാണിച്ചു തന്നതാണ്. ആരും ഉണ്ടാകില്ല. സ്വന്തം ഭാര്യ പോലും മുഖത്ത് നോക്കി ദൈവത്തെ ത്യജിച്ചു കളയാൻ പറയും. തന്റെ ജീവിതത്തിൽ ഇത്രയും അനുഗ്രഹങ്ങൾ തങ്ങൾക്ക് കിട്ടിയത് ദൈവത്തിന്റെ കരുണയാലും കൃപയുമാണെന്ന് പോലും ആ ബുദ്ധിമുട്ട സമയത്ത് മറന്നുപോകും. അതൊരു പരിശോധനയാണ്. നമ്മൾ ഞായറാഴ്ചയെ കുറിച്ച് വീണ്ടും നമ്മൾ ചിന്തിക്കാനുണ്ട്. അതുകൊണ്ട് ബാക്കി നമുക്ക് പിന്നീട് ചിന്തിക്കാം. അപ്പൊ പ്രത്യാശ എന്നത് ദൈവത്തിന്റെ സ്വഭാവ വിശേഷങ്ങളിൽ പെടുന്നില്ല. ഒന്നുകൂടെ ആവർത്തിക്കാം. ദൈവത്തിന്റെ സ്വഭാവങ്ങൾ പലതുണ്ട്. അതിൽ പ്രത്യാശ ദൈവത്തിന്റെ സ്വഭാവത്തിൽ പെടുന്നതല്ല, അത് മനുഷ്യർക്കുള്ളതാണ്. കാരണം ദൈവത്തിന് കൃത്യമായും നിശ്ചയമായും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയാവുന്ന വ്യക്തിയാണ്. നമുക്കാണ് നാളെ എന്തെന്ന് അറിയാത്തത്. ഇന്ന് വൈകുന്നേരം, തിങ്കളാഴ്ച വൈകുന്നേരം ഞാൻ ദൈവനെ പഠിക്കാൻ ഒരുമിച്ച് കൂടി. നാളെ ചൊവ്വാഴ്ച നമ്മൾ പ്രഭാതത്തിൽ ജീവനോട് ഇരിക്കുമോ എന്ന് നമുക്ക് ആർക്കും അറിയില്ല, ഒരു മനുഷ്യനും അറിയില്ല. പക്ഷെ ദൈവത്തിന് നാളെ അറിയാം, സംഭവിക്കാനുള്ള കാര്യങ്ങൾ അറിയാം. ഇവിടെ ദൈവത്തിന് പ്രത്യാശ എന്ന വാക്ക് ദൈവത്തിന് ചേരുന്ന വാക്കല്ല. ദൈവം ഇങ്ങനെ നിശ്ചയമില്ലാത്ത രീതിയിൽ ഇങ്ങനെ ആടി ഉലയുന്ന അവസ്ഥയിലല്ല, അത് ഉറപ്പാണ്. പ്രത്യാശ എന്ന ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതയിൽ പെടുന്നതല്ല. കാരണം ദൈവത്തിന് കൃത്യമായും നിശ്ചയമായും മുന്നിലുള്ളത് ഭാവി എന്തെന്ന് അറിയുന്നവനാണ്. മനുഷ്യൻ ഇന്നലെ നടന്ന കാര്യങ്ങൾ നമുക്കറിയാം. വേദനയുള്ള ഒരു സംഭവമാണ് ഇന്നലെ നടന്നെങ്കിൽ നാം കൃത്യമായിട്ട് അതിനെ വിവരിച്ചു കൊടുക്കും ഒരാളോട്. പക്ഷെ നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് ആരോടും വിവരിക്കാൻ അറിയില്ല. പക്ഷെ ദൈവത്തിന് അറിയാം. യെശയ്യാവ് 46:9-10 വാക്യങ്ങളിൽ ദൈവം ഇങ്ങനെയാണ് പറയുന്നത്. യെശയ്യാവ് 46:9-10. പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളുകയും, ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, ഞാൻ തന്നെ ദൈവം, എന്നെ പോലെ ഒരുത്തനുമില്ല. ഇതിൽ ശ്രദ്ധിക്കുകയും പറയുന്നു, ആരംഭത്തിങ്കൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. കൃത്യമായി മുൻകൂട്ടി നാളെ എന്ത് സംഭവിക്കും, ഭാവിയിൽ 1000 വർഷങ്ങൾക്ക് ശേഷം എന്ത് സംഭവിക്കുന്നത് മുൻകൂട്ടി പ്രസ്താവിക്കും. അതിന് അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിയുകയോ മാറ്റം വരികയോ നടക്കാതിരിക്കുകയോ ഒരിക്കലും സംഭവിക്കില്ല. കാരണം ദൈവത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് പ്രപഞ്ചം മുഴുവൻ. ഇത് ദൈവം സൃഷ്ടിച്ച ഭൂമിയാണ്. അതുകൊണ്ട് ദൈവത്തിന് കൃത്യമായി മുൻകൂട്ടി പറയാൻ പറ്റും ഇത് എങ്ങോട്ടാണ് ഓടുന്നത്, ഇത് എന്തായി തീരുമെന്ന്. ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും. ദൈവത്തിന്റെ നിർണയം നിശ്ചയമുള്ളതാണ്. ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും അതിന് മാറ്റം വരുത്താൻ പറ്റില്ല. എത്ര നിരീശ്വരവാദികളും ചാർവികന്മാരും തത്വചിന്തകരും ആരൊക്കെ ശ്രമിച്ചാലും ദൈവത്തിന്റെ നിർണയത്തിന് മാറ്റം വരും. നാം എന്ന് എപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങുമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നീട്ടാൻ ഒരു മരുന്നിന് സാധിക്കില്ല, വൈദ്യശാസ്ത്രത്തിന് സാധിക്കില്ല. അത് സംഭവിച്ചേ പറ്റൂ. എന്റെ താല്പര്യമൊക്കെ അനുഷ്ഠിക്കാൻ ഞാൻ പറയുന്നു. ഇപ്പൊ ഈ ഭൗമിക ജീവിതത്തിൽ സമർത്ഥമായ ജീവൻ അനുഭവിക്കുന്ന കൂടെ, കാരണം അലേയുടെ ഭൂമിയിലെ പണി മുഴുവൻ ഈ ഭൂമിയിൽ പണിയാൻ വേണ്ടിയാണ്. ഭൂമിയിൽ എങ്ങനെയെങ്കിലും അടിപൊളിയായിട്ട് ജീവിക്കണം, സമർത്ഥമായി ജീവിക്കണം. യോഗം ഞാൻ 10 വേണമെങ്കിൽ എടുത്ത് പിടിക്കും. 10ന്റെ 10. കള്ളൻ വരുന്നത് മോഷ്ടിപ്പാനും ഒഴുപ്പാനും അറുപ്പാനും അല്ല, കള്ളം വരുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായിട്ടുണ്ടാകാനും മാത്രം വന്നത്. ആ വാക്യമെടുത്ത പലരും ഭൂമിയിലെ പ്രോസ്പെരിറ്റിയെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ദൈവമല്ലേ വാഗ്ദാനം ചെയ്ത ഭൂമിയിൽ ഞാൻ സമർത്ഥമായി ഒരു ജീവിതം അനുഭവിക്കുമെന്ന്. ഈ ഭൗമിക ജീവിതത്തിൽ സമർത്ഥമായ അനുഭവം, അത് യഥാർത്ഥ ദൈവമക്കളുടെ ജീവിതത്തിൽ ഒരു കുറവും ദൈവം വരുത്തില്ല.
അത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. പക്ഷെ ദൈവമായുള്ള യഥാർത്ഥ ബന്ധമുണ്ടാകണം. ദാവീദ് വ്യക്തമായി ഇത്ര വർഷം എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല നീതിമാൻ ഇരക്കുന്നത്. ദൈവം വ്യക്തമായി പറഞ്ഞു, ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല നീതിമാൻ ഇരക്കേണ്ടി വരുന്നു. അപ്പൊ ഈ നിത്യജീവൻ അല്ലെങ്കിൽ സമർത്ഥമായ ഭൂമിയിലെ ജീവിതം മാത്രമാണ്, അതാണ് കർത്താവ് വാഗ്ദാനം ചെയ്ത് പറയും. തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. സ്വർഗത്തെക്കുറിച്ചുള്ള പ്രത്യാശ ക്രിസ്തുവിനായി ജീവിക്കുന്നതിനുള്ള പ്രോത്സാഹനം നൽകുന്ന മുമ്പിലൊരു സ്വർഗമുണ്ട്. ഈ കത്തിക്കരിഞ്ഞ കൊതുകും മലിനതകളും നേച്ചകളും ചവറും എല്ലാം കൊണ്ട് നിറഞ്ഞ ഈ ഭൂമിയിൽ അപ്പുറം ഒരു സ്വർഗം. ഒരുപാട് പുസ്തകത്തിൽ പറയുന്ന മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്ന ഭൂമിയിലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുക്കൾ കൊണ്ട്, രത്നങ്ങൾ കൊണ്ട്, പൊന്ന്, തങ്കം തുടങ്ങിയ വസ്തുക്കളെ കൊണ്ട് അതിന്റെ മൂല്യത്തെ അറിയിച്ചിരിക്കണം. അങ്ങനെ ഒന്നും അവിടെ ഇല്ല. ഭൂമിയിലുള്ള കല്ല് കട്ട പിടിച്ചതായ സ്വർണമോ വെള്ളിയോ രത്നങ്ങളോ പവിഴമോ ഇതൊന്നും സ്വർഗത്തിലില്ല. പക്ഷെ അതിന്റെ മൂല്യം കാണിച്ചിട്ടാണ് വെളിപാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഇപ്പൊ സ്വർഗത്തെക്കുറിച്ചുള്ള പ്രത്യാശ ക്രിസ്തുവിനെ ജീവിക്കുന്നതിനുള്ള പ്രോത്സാഹനം ഇവർ മുന്നോട്ട് തള്ളിവിടുകയാണ്. നിന്റെ മുമ്പിൽ അത് സ്ഥാനം വെച്ചിട്ടുണ്ട്. നിനക്കൊരു സമ്മാനമുണ്ട്, നിനക്ക് സ്വർഗീയ പ്രവേശനമുണ്ട്. ഇത് മനസ്സിൽ ശരിക്കും ഉള്ളവർക്ക്, നിശ്ചയമുള്ളവരെ എന്തൊക്കെ വന്നാലും യോബ് പറഞ്ഞ പോലെ നീ മുട്ടിയെ പോലെ സംസാരിക്കും. ദൈവത്തിന് നല്ല എല്ലാ നന്മകളും അനുഗ്രഹിച്ചെങ്കിൽ ഈ സന്ദർഭം ദൈവം മാറി നിൽക്കുമെന്നാണോ? ഇങ്ങനെയുള്ള പ്രതികൂല വേദനയുടെ സന്ദർഭങ്ങളിൽ ദൈവം മാറി നിൽക്കില്ല. നമുക്കിങ്ങനെ തോന്നുന്നതാണ്. നമ്മുടെ ഫോക്കസ് മുഴുവൻ നെഗറ്റീവിലാണ്. നമ്മുടെ ഹൃദയവും മനസ്സും ചിന്തകളൊക്കെ നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ്. എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്ന അറിയില്ല. ശിഷ്യന്മാർക്ക് സംഭവിച്ചതുപോലെ ക്രിസ്തു ഞാൻ ഇസ്ലാമിൽ പോകുക, അവരെ പിടിച്ചു കെട്ടും കൊല്ലും. പക്ഷെ അതിനുശേഷം യേശു ഒരു കാര്യം പറയും, 3-ാം നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ആദ്യം പറഞ്ഞ തന്റെ വേദന നിറഞ്ഞ അനുഭവങ്ങളെ വെച്ച് പറഞ്ഞു കഴിഞ്ഞോടെ അവര് മൈൻഡ് ക്ലോസ് ആയി. യേശു അതോടൊപ്പം പറഞ്ഞത് ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. അതാരും ഫോക്കസ് ചെയ്തില്ല എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ജീവിത ഭൂമിയിൽ സംഭവിക്കുന്നത്. ഇപ്പോഴത്തെ ജീവിതം വരാനിരിക്കുന്ന മഹിമയുള്ള ദൈവമക്കൾക്ക് കരുതിയിരിക്കുന്ന ജീവിതത്തെ മുൻകൂട്ടി ഒരു ഫോർ ടേസ്റ്റ്, വരാൻ പോകുന്ന സദ്യക്ക് ഒരു മുൻകുറി തന്നു, ഒരു ചെറിയ ഒരു രുചി മുൻകൂട്ടി തന്നു. അതാണ് ഭൂമിയിലുള്ള ആത്മീയത്തിന്റെ സമൃദ്ധി. ഇപ്പൊ ഈ ലോക ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ വരാനിരിക്കുന്ന കൂടുതൽ ആനന്ദകരമായ ആ ഭാവി പ്രതീക്ഷിക്കുന്ന കാത്തിരിക്കുന്നതുമായ അതിന്റെ ആരംഭമാണ്. സ്വർഗം താഴ്ന്നിറങ്ങി വന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ആ സ്വർഗം വസിക്കുകയാണ്. ഹൃദയത്തിലെ സന്തോഷം, ആനന്ദം, സമൃദ്ധി, ആഹ്ലാദം, എല്ലാം പ്രത്യാശ, ഇതെല്ലാം നമുക്ക് തരുമ്പോൾ സ്വർഗം എത്രമാത്രം വലുതായിരിക്കും. ഒരു കൊച്ചുകുട്ടി അപ്പനോട് ചോദിച്ചില്ല, അപ്പ ആകാശത്തിന് കീഴിലുള്ള ഭൂമി ഇത്ര മനോഹരമാണെന്ന് നക്ഷത്രങ്ങളെ കാണിച്ച് ആ കുഞ്ഞ് അപ്പനോട് സംശയിച്ചപ്പോൾ അപ്പ പറഞ്ഞു, ഇതിലും മനോഹരമാണ് വരാനിരിക്കുന്നത്. അതാണ് മുന്നോട്ട് നയിക്കുന്നത്. എന്തൊക്കെ വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരന്തങ്ങളും പ്രയാസങ്ങളൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും ഒരു വിശ്വാസി മുന്നിലേക്ക് നോക്കി ജീവിക്കും. ഹ്രസ്വദൃഷ്ടിയല്ല, ദീർഘദൃഷ്ടിയാണ്. ഇപ്പൊ ക്രിസ്ത്യാനികൾക്ക് ദൈവം നൽകിയ പ്രത്യാശ ആയിരുന്നില്ല ഇസ്രായേൽ ജനതയ്ക്കുണ്ടായിരുന്നത്. ഇസ്രായേൽ ജനതയ്ക്ക് ദൈവം കൊടുത്ത പ്രത്യാശ എന്നത് അബ്രഹാമിനോട് 12-ാം അധ്യായത്തിലും 22-ാം അധ്യായത്തിലൊക്കെ പറഞ്ഞു, നീ നടക്കുന്ന ഭൂമി ഞാൻ നിനക്ക് തരും, നിന്നെ ഞാൻ വലിയൊരു ജാതിയാണ്, നിന്റെ സന്തതി മുഖാന്തരം എല്ലാവരും അനുഗ്രഹിക്കപ്പെടും. അത് സ്പിരിച്വൽ സീഡ് പ്രോമിസ്, മറ്റേത് നേഷൻ ലാൻഡ് പ്രോമിസ്. അബ്രഹാമിനോട് ദൈവം കൊടുത്ത വാഗ്ദാനത്തിലാണ് ബൈബിൾ പണിതിരിക്കുന്നത്. അതിന്റെ നിവൃത്തി, അതിന്റെ ഫിസിക്കലായിട്ട് ദൈവം കൊടുത്ത വാഗ്ദാനത്തിന്റെ നിവൃത്തിയാണ് പഴയ നിയമം. അതേസമയത്ത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലും അതിന്റെ 7-ാം വാക്യത്തിലും ഉൽപ്പത്തി 22-ന്റെ 18-ലും നിന്റെ സന്തതി മുഖാന്തരം എന്ന് ദൈവം പറയുമ്പോൾ ആ ആത്മീക സന്തതി, അബ്രഹാമിലൂടെ വരുന്ന ആത്മീക സന്തതി യേശുവാണ്. അത് ആത്മീക സന്തതിയെ കുറിച്ചുള്ള ഈ രണ്ട് വാഗ്ദാനം, ഒന്ന് ദേശത്തെക്കുറിച്ചുള്ളതും ഒന്ന് നിന്നെ വലിയ രാജ്യമാക്കും എന്നുള്ള വാഗ്ദാനം, അതിന്റെ നിവൃത്തിയാണ് പഴയ നിയമ ചരിത്രം. ഇസ്രായേൽ ജനത അത് മനോഹര പാഠമാണ്. കഴിഞ്ഞ പഠനത്തിൽ നമ്മൾ വീണ്ടെടുപ്പെന്ന പഠനത്തിൽ നമ്മൾ പഠിച്ച പാഠമാണ് ബുധനാഴ്ച. ബൈബിൾ പഠിക്കുമ്പോൾ അടിസ്ഥാന വിഷയമാണ്. ഏകദേശം 40-ലധികം തവണ പൗലോസ് അപ്പോസ്തലൻ പുതിയ നിയമത്തിലെ വാഗ്ദാനം 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 എന്ന് പറയുന്നത് അബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദാനത്തെ പരാമർശിച്ചുകൊണ്ട്. ഇതാണ് ഇസ്രായേലിന്റെ പ്രത്യാശ, ഹോപ്പ് ഓഫ് ഇസ്രായേൽ. ഈ പ്രത്യാശ നിമിത്തമാണ് ഞാൻ ഈ ചങ്ങല ചുമക്കുന്നത് അഗ്രിപ്പാവിനോട് പൗലോസ് പറയും. ഇപ്പൊ പ്രതീക്ഷ, പ്രത്യാശ. ഇപ്പൊ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് ദൈവർക്ക് കൊടുത്തത് ഈ ഭൂമി, അനുഗ്രഹിക്കപ്പെട്ട ഭൂമി, സമർത്ഥമായ ഭൂമി, എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങൾ. എന്റെ കൽപ്പനകൾ കേട്ട് നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾ തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇസ്രായേൽ ജനത്തോട് കൊടുത്ത ആ വാഗ്ദാനം നിവൃത്തി. ഇന്ന് ഇസ്രായേൽ ജനത്തിന് വലിയൊരു വാഗ്ദാനമില്ല. എല്ലാ ഭൂമിയിലുള്ള സകല ജനങ്ങൾക്കും എന്താണോ ഇപ്പോൾ വാഗ്ദാനമുള്ളത് അത് തന്നെയാണ് ഇസ്രായേലിൽ നിന്നുള്ള വാഗ്ദാനം. അതെന്താണ്? യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബം രക്ഷിക്കുന്നു. യേശു വിശ്വസിക്കുന്നതാണ് യഹൂദനോട് കൊടുത്തേക്ക് വാഗ്ദാനം. യഹൂദന് വേണ്ടി ഇനി പുതിയ ഒരു പ്രത്യാശയില്ല.
അവരോട് ദൈവം കൊടുത്ത എല്ലാ വാഗ്ദാനങ്ങളും, യോശുവയുടെ പുസ്തകം 24, അവർക്ക് ദൈവം കൊടുത്ത എല്ലാ വാഗ്ദാനങ്ങളും ഒന്നുപോലും വിട്ടുപോകാതെ നിവൃത്തിയായെന്ന് യോശുവ 24 ആവർത്തിച്ചവർ. നിങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞ ദേശം ദൈവം കൊടുത്തു. അവരവിടെ അടങ്ങി പാർത്തില്ല. ആ ദേശത്ത് താമസിക്കുന്ന വിഗ്രഹങ്ങളുടെ പുറകെ പോയി ദൈവം അവരെ രണ്ടു കൂട്ടരെ, ഒരാളെ ബാബിലോണിലേക്കും മറ്റൊരാളെ അസീറിയയിലേക്കും കഴുത്തിൽ ചങ്ങലയിട്ട് ആ രാജ്യങ്ങൾ പിടിച്ചുകൊണ്ടുപോയി. ദൈവം കൊടുത്തത് സൂക്ഷിക്കാതിരുന്നാൽ നഷ്ടപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. ദൈവം യഹൂദന്മാർക്ക് വേണ്ടി ഒന്നും ശേഷിച്ചിട്ടില്ല. അവർ രക്ഷിക്കപ്പെടണമെങ്കിൽ കാട്ടൊലിവായി നമുക്ക് കിട്ടിയിരിക്കുന്ന അതേ പ്രതീക്ഷ തന്നെയാണ് നല്ല ഒലിവ് കമ്പുകളായി അവർക്കുമുള്ളത്. യേശുക്രിസ്തു വിശ്വസിക്കും. അല്ലാതെ അവർക്ക് ഇതിൽ പ്രതീക്ഷയില്ല. ലോകത്തിലെ പല മനുഷ്യരും അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നവർ ഉൾപ്പെടെ, പല രാഷ്ട്ര നേതാക്കന്മാരും പ്രചരിപ്പിക്കുന്നവർ ഉൾപ്പെടെ യഹൂദന്മാർക്ക് ഒരു പ്രത്യേകതയുമില്ല. അത് വചനത്തിന്റെ സത്യമാണ്. അത് ശരിക്കും അതിനെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്രിസ്ത്യാനികൾക്ക് ദൈവം നൽകിയ പ്രത്യാശ ആയിരുന്നില്ല ഇസ്രായേൽ ജനതയ്ക്ക്. അത് പ്രസ്താവന പറഞ്ഞപ്പോൾ അവരുടെ മനസ്സിൽ സംശയം ഉണ്ടാകാതിരിക്കാനാണ് ഇതിപ്പോൾ വിശദീകരിച്ചത്. കൂടുതൽ മനസ്സിലാക്കാൻ ബൈബിൾ ക്ലാസ്സുകൾ പങ്കെടുത്താൽ മതി. ക്രിസ്ത്യാനികൾക്ക് ദൈവം നൽകിയ പ്രത്യാശയല്ല ഇസ്രായേൽ ജനത്തിലുണ്ടായിരുന്നു. ദൈവം അവർ ദൈവവുമായുള്ള ഒരു ഉടമ്പടി വിശ്വസ്ത സൂക്ഷിച്ചാൽ, ആ 10 കൽപ്പന പ്രകാരം ജീവിച്ചാൽ ദൈവം അവർക്ക് ഇതിന്റെ പ്രത്യാശ കൊടുത്തു. 2 വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. പുറപ്പാട് പുസ്തകം 34, 27, 28. ആവർത്തനം 4:10. യേശു പറഞ്ഞ എത്ര വാസ്തവമാണ്. തിരുവെഴുത്തുകളെ അറിയാത്തതുകൊണ്ട് തെറ്റിപ്പോകും. ഹോസിയ പറഞ്ഞ എത്ര വാസ്തവമാണ്. തിരുവെഴുത്തുകൾ അറിയാത്തതുകൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകും. അത് നിങ്ങൾ ദുരുപദേശത്തിൽ വീഴാൻ കാരണം ബൈബിൾ പഠനം നഷ്ടപ്പെടുത്തിയുണ്ടാണ്. കനാൻ ദേശം നൽകി കൊടുക്കാം എന്നും സമൃദ്ധിയിൽ അനുഗ്രഹിക്കുമെന്നും വാഗ്ദാനം ചെയ്തു. അത് ഇസ്രായേലിനുള്ള വാഗ്ദാനമാണ്. അതേപോലെ സമാധാനത്തിലും സന്തോഷത്തിലും സമൃദ്ധിയിലും അവരെ നയിച്ചു. ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. പുറപ്പാട് 34, 27, 28. യഹോവ പിന്നെയും മോശയോട്, ഈ വചനങ്ങളെ എഴുതിക്കൊള്ളുക. ഈ വചനങ്ങൾ ആധാരമാക്കി ഞാൻ നിന്നോടും ഇസ്രായേലിനോടും നിയമം ചെയ്തിരിക്കുന്നുവെന്ന് അരുളിച്ചെയ്യും. എന്നിട്ട് ആവർത്തനം 4:13. നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിന് അവൻ നിങ്ങളോട് കൽപ്പിച്ച തന്റെ നിയമമായ 10 കൽപ്പന അവൻ നിങ്ങളെ അറിയിക്കുകയും 2 കൽപ്പനകൾ എഴുതുകയും ചെയ്യും. ആ 2 കൽപ്പന എഴുതുകയും ചെയ്തു. ആ ഉടമ്പടി ദൈവം നിവർത്തിക്കുകയും ഒരു പുതിയ ഉടമ്പടി പിന്നീട് നൽകുകയും ചെയ്തു. എബ്രായലേഖനം 10:9. ഇപ്പൊ പഴയ ഉടമ്പടി അവസാനിച്ചു. അത് ഇസ്രായേലിനുള്ള ഫിസിക്കൽ ബ്ലെസ്സിങ്സ് ആണ്. ഭൗതികമായി അവരെ അനുഗ്രഹിക്കാം, സമർത്ഥമായി ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം എന്നുള്ള വാഗ്ദാനം ദേശം കൊടുത്തും ആ ജനത്തെ വലിയൊരു ജാതിയാക്കിക്കൊണ്ട്, സകല രാഷ്ട്രങ്ങളും ഭയപ്പെടുന്ന ഒരു ജാതിയാക്കിക്കൊണ്ട് അവരോടുള്ള ഫിസിക്കൽ ഉടമ്പടി പൂർണ്ണമാണ്. പക്ഷെ അബ്രഹാമിന്റെ ഒരു സ്പിരിച്വൽ ഉടമ്പടിയുണ്ട്. അത് യേശുക്രിസ്തുവിൽ പൂർണ്ണമാണ്. എബ്രായർക്ക് ലേഖനം 10:9 വാക്യം. എബ്രായലേഖനം 10:9 വാക്യത്തിൽ ഇപ്രകാരമാണ് എബ്രായലേഖനം എഴുതിയിരിക്കുന്നത്. ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തതിനെ നീക്കിക്കളഞ്ഞു. ഇസ്രായേൽ ജനത്തോട് ചെയ്താണ് പഴയ ഉടമ്പടി. ആവർത്തന പുസ്തകം 5-ാം അധ്യായം, പുറപ്പാട് 20-ാം അധ്യായം. മോശയെ മലയുടെ മുകളിലേക്ക് കയറ്റി വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് 10 കൽപ്പനകൾ മോശയുടെ കൈവശം കൊടുത്തു. അവരെ അനുഗ്രഹിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. അനുഗ്രഹിക്കുക തന്നെ ചെയ്തു. അവരെ എപ്പോഴും തലയാക്കി തന്നെ നിർത്തി. ഒരിടത്ത് അവരെ ഒളിച്ചിരിക്കാൻ അവസ്ഥ വരുത്തിയില്ല. അവരെ വാലാക്കിയില്ല. അത് വാലായിട്ടുണ്ടെങ്കിൽ അവരുടെ കുഴപ്പം കൊണ്ടാണ്. ദൈവരെ ഉയർത്തിയത് ഉന്നസ്ഥാനത്താണ്. ഭൂമിക്ക് വെളിച്ചമാണ്. ലോകത്തിന് പ്രകാശം കൊടുക്കേണ്ടവരാണ്. നിന്നിലേക്കാണ് എല്ലാവരും ഓടി വരേണ്ടത് സത്യം പഠിക്കാൻ. എബ്രായർ 10:9. ഇപ്പൊ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാനുള്ള ഒന്നാമത്തേനെ നീക്കിക്കളഞ്ഞു. അത് ശ്രേഷ്ഠമായ ഉടമ്പടിയായിരുന്നു രണ്ടാമത്തേത്. അത് പുതിയ ഉടമ്പടി എന്ന് എബ്രായർ 8:13 പറയും. അത് പുതിയ ഉടമ്പടിയാണ്. പഴയ ഉടമ്പടി ദൈവത്തിന് ഒറ്റ ഉടമ്പടിയുള്ളൂ. ഇന്ന് പുതിയ ഉടമ്പടി, യേശുവിന്റെ രക്തത്താൽ സ്ഥാപിച്ച പുതിയ ഉടമ്പടി. 8-ാം അധ്യായം എബ്രായ ലേഖനം. പുതിയതെന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു. എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതുമെല്ലാം നീങ്ങിപ്പോകാൻ അടുത്തിരിക്കും. യെരമ്യാ 31-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിലാണ് യെരമ്യാ പ്രവാചകൻ മുഖാന്തരം ദൈവം ഭൂമിക്ക് നൽകുന്ന പുതിയ ഉടമ്പടി വാഗ്ദാനം ചെയ്തു. ആ പുതിയ ഉടമ്പടി നിവർത്തിയാണ് യേശു 2-ാം വരവോടുകൂടി. പഴയ ഉടമ്പടി അവസാനിച്ച് ക്രൂശിൽ മരിക്കുമ്പോൾ. അത് ശ്രേഷ്ഠമായ ഉടമ്പടിയാണ്. എബ്രായർ 8:13 പറയുന്നത്. അത് നീങ്ങിപ്പോയി. നമ്മൾ വസ്ത്രങ്ങൾ പഴകിക്കാതെ അത് എടുത്ത് കളയും, കത്തിച്ച് കളയും. അത് എന്ത് സാധനമായാലും പഴകിയാൽ ഉപേക്ഷിക്കും. അതിന്റെ ഫലമായി ദൈവമക്കൾക്ക് ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങൾ പ്രത്യാശയും ലഭ്യമായി. പുതിയ ഉടമ്പടി പ്രകാരം അന്നില്ലാത്ത അവരുടെ പ്രത്യാശ, ഇസ്രായേലിന്റെ പ്രത്യാശ നല്ലൊരു ദേശം, പാലും തേനും ഒഴുകുന്നൊരു ദേശം, ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടുന്ന പ്രത്യാശ. അത് നിവർത്തിയായി. എബ്രായർ 7:19 വാക്യത്തിൽ ഇങ്ങനെ കാണാം. അതിന്റെ ബലഹീനത നിഷ്പ്രയോജന നിമിത്തം നീക്കവും ന്യായപ്രമാണത്താൽ ഒന്നും പൂർത്തി പ്രാപിച്ചിട്ടില്ലല്ലോ. നാം ദൈവത്തോട് അടുക്കുന്നതിനുള്ള ഏറെ നല്ല പ്രത്യാശയ്ക്ക് സ്ഥാപനം വന്നിരിക്കുന്നു. പണ്ട് ദൈവത്തിന് അടുക്ക വരാൻ പറ്റില്ല. മഹാപുരോഹിതന് മാത്രം അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാം.
പുരോഹിതന്മാർക്ക് മാത്രം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാം. ജനങ്ങൾ പുറത്ത് മുറ്റത്ത് നിൽക്കണം. അനേക മനുഷ്യരിങ്ങനെ ബസ്സിൽ പോകുമ്പോഴും വഴി കൂടെ പോകുമ്പോഴും ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും പൈസ. അനേക സ്ഥലങ്ങളിൽ വിശ്വാസം അങ്ങനെയാണ്, എറിഞ്ഞു കൊടുക്കും. ഇതിൻ്റെ അടുക്കേക്ക് പോകാൻ പറ്റില്ല, പൂജാരിക്ക് മാത്രമേ അകത്ത് കയറാൻ പറ്റും. പക്ഷെ പുതിയ പ്രത്യാശയിൽ അങ്ങനെയില്ല. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു പ്രത്യാശയാണ്. ഏറെ നല്ല പ്രത്യാശയ്ക്ക് സ്ഥാപനവും വന്നിരിക്കുന്നു. 8-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്ന പോലെ അവന് വിശേഷതയേറിയ വാഗ്ദാനങ്ങൾ. പഴയമകാലത്ത് ഈ വിശേഷതയേറിയ വാഗ്ദാനങ്ങളല്ല, അത് താൽക്കാലികമായ ഭൂമിയിലുള്ള കാര്യങ്ങളാണ്. പുതിയ ഉടമ്പടിയിൽ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകിയാൽ അതിന്റെ വിശേഷതയ്ക്കൊത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷ. 3 പ്രാവശ്യം വിശേഷത. പുതിയ ഉടമ്പടി ശ്രേഷ്ഠമാണ്, വിശേഷതയാണ്, ബെറ്ററാണ്. പഴയ ഉടമ്പടി ജീവിക്കുന്ന ഒരു മനുഷ്യർക്ക് കിട്ടില്ല ഇതൊന്നും. വിശേഷതയേറിയതാണ്. പുതിയ ഉടമ്പടി പ്രകാരം ഭൂമിയിൽ മാത്രമുള്ള ഒരു സമർത്ഥ ജീവിതമാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് എങ്കിൽ ദൈവമക്കൾക്ക് അങ്ങനെ ഒരു ജീവിതം മാത്രം, ഭൂമിയിലുള്ള ജീവിതം. ഭൂമിയിൽ 144 വരെ സ്വർഗത്തിലും ബാക്കിയുള്ള വലിയ പുരുഷാരത്തെ ഭൂമിയിൽ മാത്രമാണെന്ന ദുരുപദേശത്തിന്റെ പോലെയല്ല ഇത്. ഭൂമിയിലുള്ള ഒരു മാത്രം നേട്ടമാണ് ദൈവമക്കൾക്കുള്ളതെങ്കിൽ ആദ്യ ഉടമ്പടിയിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല, അതിനൊരു ശ്രേഷ്ഠതയുമില്ല. ക്രിസ്തീയ ജീവിതം ജീവിക്കുന്നത് ഈ ഭൂമിയിലുള്ള നേട്ടത്തിന് വേണ്ടി, കയ്യടിക്ക് വേണ്ടി, അഭിമാനത്തിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി, ഭൂമിയിലുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നെങ്കിൽ നാം ഇന്നും പഴയ ഉടമ്പടിയുടെ കീഴിലാണ്. നീങ്ങിപ്പോയ ഒന്നിന്റെ പുറകെയാണ്. ദൈവം തകർത്ത് കളഞ്ഞ, ഇല്ലാതാക്കിയ ഒന്നിന്റെ പുറകെയാണ്. ആദ്യ ഉടമ്പടി ഒട്ടും വ്യത്യസ്തതയില്ല പുതിയ ഉടമ്പടിക്കെങ്കിൽ. ഇപ്പൊ പുതിയ ഉടമ്പടി ഉത്തമമായ പ്രത്യാശ ഒരുക്കി വെച്ചിരിക്കുന്നു. കാരണം അത് ശ്രേഷ്ഠതയേറിയ, അതാണ് അതിന്റെ രഹസ്യം, ശ്രേഷ്ഠതയേറിയ വാഗ്ദാനങ്ങളിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. പഴയ ഉടമ്പടി ഇല്ലാത്ത വാഗ്ദാനങ്ങളാണ് പുതിയ ഉടമ്പടി ദൈവം പ്രോമിസ് ചെയ്തത്. ആ വാഗ്ദാനങ്ങൾ നിശ്ചയവും ഉറപ്പുള്ളതുമാണ്. ആ വാഗ്ദാനങ്ങൾ ഉറപ്പുള്ളതും നിശ്ചയമുള്ളതും ഒരിക്കലും ഇളക്കം വരില്ല. യാക്കോബിന്റെ 17 എല്ലാം നല്ലതാനോ തികഞ്ഞവരും ഒക്കെ ഉരങ്ങളിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. ദൈവം ഒരിക്കലും വ്യാജം പറയില്ല. ദൈവ വാഗ്ദാനങ്ങൾ സത്യമാണ്. തീത്തോസിന്റെ പുസ്തകം 1-ാമത്തെ 2-ാം വാക്യത്തിലും എബ്രായർ 6:18 നമ്മൾ വായിച്ചതാണ് കഴിഞ്ഞ തവണ. എങ്കിലും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി വായിക്കാം. തീത്തോസ് 1:2. തീത്തോസിന്റെ പുസ്തകം 1-ാമത്തെ 2-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ എഴുതുകയുണ്ടായി: എന്നെ ഫലമേൽപ്പിച്ച പ്രസംഗത്താൽ തക്ക സമയത്ത് തന്റെ വചനം വെളിപ്പെടുത്തിയ ഭോഷ്കില്ലാത്ത ദൈവം. ഗോഡ് നെവർ ലൈ. ദൈവത്തിന് ഭോഷ്കില്ല. ദൈവം പറഞ്ഞ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദൈവം പറഞ്ഞു നടക്കും. അനേകർ വിശ്വസിച്ചില്ല എന്നുള്ളത് കൊണ്ട് ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ ഒരിക്കലും നീങ്ങിപ്പോകില്ല. റോമലേഖനം 2-ാം അധ്യായം എബ്രായർ 6:18 ഇങ്ങനെയാണ് പറഞ്ഞത്. എബ്രായർ 6-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തില് ഒരു ആണയാൽ ഉറപ്പ് കൊടുത്തു. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്നു. നാം മാറിപ്പോകാത്തതും ദൈവത്തിന് പോസ്റ്റ് പറയാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങൾ. ഇപ്പൊ ദൈവം പറഞ്ഞത് മാറിപ്പോകില്ല, ദൈവം കള്ളം പറയില്ല. അതാണ് നമ്മളെ മുന്നോട്ട് ഓടാൻ സഹായിക്കുന്നത്. അപ്പോസ്തലൻ പ്രത്യാശയെക്കുറിച്ച്, ഈ പ്രത്യാശയുടെ വിഷയവുമായി ബന്ധപ്പെടുത്തിയത് സ്വർഗം എന്ന പ്രത്യാശയാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ വളരെ വിശാലമായ ആഴമുള്ള, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിലേക്ക് ഈ പുസ്തകത്തിൽ ഇത്രയും ആഴമുണ്ടെന്ന്. 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം: സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ. ഭൂമിയിലുള്ള പ്രത്യാശയല്ല പുതിയ വിശ്വാസിക്കുള്ളത്. ഇവിടെ കിട്ടുമെന്ന് പറയുന്ന, നേടാന്ന് പറയുന്ന നേട്ടമൊക്കെ നമ്മുടെ മണ്ണിനോട് ചേർത്ത് നിർത്തും. സ്വർഗത്തിൽ നമ്മുടെ കണ്ണ് അടർത്തി മാറ്റും. പിന്നെ ജീവിക്കുന്ന വഴി മണ്ണിന് വേണ്ടി, ശരീരസുഖത്തിന് വേണ്ടി. പക്ഷെ ദൈവമക്കളുടെ പ്രത്യാശ അതല്ല. ഇപ്പൊ പ്രത്യാശയെ ദൈവം വെളിപ്പെടുത്തിയത് അപ്പോസ്തലൻ സ്വർഗം എന്ന പ്രത്യാശ. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടത് സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്നു. കൊലോസ്യരുടെ ദൈവജനത്തിന് ഈ പ്രത്യാശ ഉള്ളതിനാൽ അവർക്ക് സ്തുതി പറയും. പൗലോസ് ഇത് കൊടുത്തതല്ല ഈ പ്രത്യാശ. ഒരു സുവിശേഷം അനുസരിച്ചപ്പോൾ സുവിശേഷത്തോടൊപ്പം അവർ കിട്ടുന്നതാണ് പ്രതീക്ഷ. സുവിശേഷം ഒരാളെ മണ്ണിൽ നിന്ന് ഉയർത്തി സ്വർഗത്തിൽ ഉറപ്പിക്കും. യഥാർത്ഥ വചനം പഠിച്ചിട്ടില്ല ഒരാൾക്കും സ്വർഗത്തിലെ പ്രത്യാശ ഉണ്ടാകില്ല, അവർ അറിയില്ല. ഇപ്പൊ കൊലോസ്യരുടെ ദൈവജനത്തിന് ഈ പ്രത്യാശ ഉള്ളത് കൊണ്ടാണ് അവർക്ക് സ്തുതി കരയറ്റുന്നത്. ആയതിനാൽ അതവരെ മരണത്തിനപ്പുറം, അതാണ് പ്രത്യാശ ചെയ്യുന്ന ഗുണം, മരണത്തിനപ്പുറം യേശുക്രിസ്തുവിനോടും ഇവിടെ പ്രിയപ്പെട്ടവരോടും കൂടെയുള്ള വാസം മുന്നിൽ കണ്ടുകൊണ്ട് ഇവിടെ ജീവിക്കാൻ വരുന്നത്. അവരിവിടെ ജീവിക്കുന്നത് സ്വർഗത്തിനപ്പുറമുള്ള ഒരു പ്രത്യാശ, ഒരു ദൗത്യം, ഒരു അനുഗ്രഹം അവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന കാഴ്ചയിലാണ്. സെബാനോസ് മുകളിലേക്ക് കണ്ണുയർത്തി കണ്ടു യേശുവിനെയും, യേശു തനിക്ക് എഴുന്നേറ്റ് നിൽക്കുന്നത്. അത് തന്റെ ദേഹത്തിൽ ഏൽക്കുന്ന മുറിവുകളൊന്നും തനിക്ക് പ്രശ്നമായിട്ട് തോന്നിയതേയില്ല. ഒരു ജീവിക്കുന്ന ഭൂമിക്ക് വേണ്ടിയാണെങ്കിൽ അയ്യോ കാല് വേദനിക്കുന്നേ, എനിക്ക് മേലെ, എനിക്ക് സുഖമില്ലേ.
ദൈവത്തെ ചിന്തിക്കില്ല, വചനത്തെ ചിന്തിക്കില്ല, പ്രാർത്ഥിക്കില്ല, ഒന്നും ചെയ്യില്ല. അവിടെ ഭൂമിയിൽ മാത്രമുള്ള ജീവിതമാണ്. അവിടെ എന്തെങ്കിലും കേടുപാട് വന്നാൽ, എന്തെങ്കിലും രോഗവും തകർച്ചയും വന്നാൽ അവർക്ക് ആത്മീയമായില്ല അവിടെ തീരും. ദൈവം കാണിച്ചു തരികയാണ് നമ്മൾ എവിടെയാണ് ആശ്രയം വെച്ചിരിക്കുന്നത്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി അവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ ജീവിക്കാൻ അവരെ ഇടവരുത്തുന്നത് മുന്നിൽ ഒരു വസ്തുത, ഒരു അനുഗ്രഹം സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് കണ്ടുകൊണ്ടാണ്. മാത്രമല്ല, നിത്യതയിൽ ദൃഷ്ടി വെച്ച് ആ ബോധ്യത്താൽ നിത്യമായ മൂല്യത്തോടുകൂടി ഒരു വസ്തുവിന്റെ മൂല്യം നിർണ്ണയിക്കപ്പെടുന്നത് മുകളിൽ നോക്കുമ്പോഴാണ്. ആ കൊച്ചുകുട്ടിയെ കളിപ്പിക്കാൻ എളുപ്പമാണ്. അവന്റെ കയ്യിൽ അങ്കിൾ വന്നപ്പോൾ കൊടുത്ത് 500 രൂപ നോട്ട്, ഈ 2000 രൂപ ഉള്ള കാലത്ത് 2000 രൂപ നോട്ട് കൊടുത്തു. അത് ആ കുഞ്ഞിന്റെ മൂത്ത സഹോദരൻ ഒരു വർണ്ണക്കടലാസോ ഒരു പിപിയോ ഒരു കളിപ്പാട്ടോ കാണിച്ചിട്ട് ഒരു 10 രൂപ മാത്രം വിലയുള്ള കളിപ്പാട്ടം കൊടുത്തിട്ട് ആ 2000 രൂപയുടെ നിറമുള്ള കടലാസ് കഷ്ണം എടുത്ത് വാങ്ങിച്ചുകൊണ്ട് എന്നാൽ കുട്ടിക്ക് മൂല്യമില്ല, മൂല്യബോധമില്ല, മൂല്യം നിർണ്ണയിക്കാൻ അറിയില്ല. കുട്ടിക്ക് പാവയാണ് കളിപ്പാട്ടം. കീ കൊടുക്കുമ്പോൾ കൈകൊട്ടി കളിക്കുന്ന പാവയാണ് ആ കുട്ടിക്ക് ഏറ്റവും വിലയുള്ളത്. കുട്ടിയുടെ മനസ്സാണ്. പക്ഷേ മുതിർന്ന വ്യക്തിക്ക് അറിയാം ആ 2000 രൂപയുടെ നോട്ടിന്റെ മൂല്യം, അല്ലെങ്കിൽ 1000 രൂപയുടെ നോട്ട്, അല്ലെങ്കിൽ 500 രൂപ. അതുണ്ടോ ഇല്ലെന്നുള്ളത് നല്ല നമ്മുടെ വിഷയം. ഇവിടെ പറയുന്ന പോയിന്റ് മാത്രം മനസ്സിലാക്കുക, അത് കൈവശമാക്കുക. കാരണം അവനറിയാം ഈ 2000, 1000, 500 രൂപയുടെ മൂല്യം. കുട്ടിക്കത് അറിയില്ല. അനേകം ഇത്ര വർഷം കഴിഞ്ഞിട്ട് കുട്ടികളെ പോലെയാണ്. എന്താണ് മൂല്യമുള്ളതെന്ന് അവർക്കറിയില്ല. ഇവിടെ ജീവിക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള മൂല്യം, ഭൗമിക ജീവിതം പരിഗണിക്കാനും അതനുസരിച്ച് ജീവിക്കുകയാണ്. അപ്പൊ ഈ ഐഹിക ജീവിതത്തിലുടനീളം മാറിയും നീങ്ങിപ്പോകും. ഈ ഐഹിക ജീവിതത്തിലുള്ളതെല്ലാം മാറിയും നീങ്ങിയും പോകും. കർത്താവിനായി നാം ചെയ്യുന്നത് എന്നേക്കും നിലനിൽക്കും. അതാണ് 1 യോഹന്നാൻ നിർത്താം. 1 യോഹന്നാൻ 2-17 വരെ ഈ ക്ലാസ്സുകൾ ഇന്ന് പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ നാളെയെങ്കിലും പങ്കെടുക്കുക. അപ്രതീക്ഷിതമായിട്ടുള്ള ക്ലാസ്സുകൾ തീരെ നമ്മൾ മാറിയത്, അതുകൊണ്ട് നാളെ ക്ലാസ്സുകൾ പങ്കെടുക്കാതിരിക്കരുത്. അങ്ങനെ പങ്കെടുത്തില്ലെങ്കിൽ അടുത്ത ക്ലാസ് മനസ്സിലാകില്ല. നിങ്ങൾക്ക് പ്രത്യാശയുടെ ജീവിതം ജീവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവനം പഠിക്കുന്ന ഒരു സന്ദർഭവും മുടക്കരുത്. 1 യോഹന്നാൻ 2-15-17 വരെ ദൈവാത്മാവ് ഇങ്ങനെ എഴുതി: ലോകത്തെയും ലോകത്തിലുള്ളവരെ സ്നേഹിക്കരുത്. പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാത പുത്രൻ ഇവിടെ കൊണ്ടൊന്ന് കാഴ്ചവെക്കും. ദൈവം കുഞ്ഞിനെ കൊല്ലാനല്ല ആവശ്യപ്പെടുന്നത്. ദൈവം നന്നായിട്ട് അറിയാം. ദൈവമൊക്കെന്ന് പറഞ്ഞ ബൈബിളും കൈക്കൊണ്ട് കിടക്കുന്ന നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് മുഖ്യസ്ഥാനം, എന്താണ് നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദൈവത്തിന് കാണാം. നമ്മുടെ കൂടെ 25-50 വർഷം ജീവിക്കുന്ന വ്യക്തിക്ക് പോലും അത് കാണാൻ പറ്റില്ല. അവരോട് നീ ചെയ്യുന്ന ഏകജാതനെ കൊണ്ടുവന്ന് എനിക്ക് യാഗം, ആ കുഞ്ഞിനെ യാഗം കഴിക്കാനല്ല, അബ്രഹാമിന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഞാൻ തന്ന കുഞ്ഞിനെ ഇങ്ങനെ മാറോട് ചേർത്ത് പിടിക്കരുത്. ഞാൻ തന്നതാണ് ഈ കുഞ്ഞിന്, അത് എന്റേതാണ്. മക്കൾ യഹോവ നൽകുന്ന ദാനമാണ്. ഭാര്യ ദൈവം നൽകുന്ന അനുഗ്രഹമാണ്. ലോകത്തെയും ലോകത്തിലുള്ളതിനെ സ്നേഹിക്കുന്ന ദൈവം പറഞ്ഞു. അത് അനുഭവിക്കാം. മത്സ്യം വെള്ളത്തിൽ കിടക്കുന്ന വെള്ളത്തിൽ ഉപ്പുണ്ട്. ആ വെള്ളത്തിൽ കിടന്ന മത്സ്യത്തിന്റെ മാംസത്തിൽ പക്ഷെ ഉപ്പില്ല. സമുദ്രത്തിൽ പുഴയിൽ സഞ്ചരിക്കുന്ന ബോട്ടിന് വെള്ളത്തിന് മുകളിലാണ് ഒഴുകുന്നത്. ബോട്ടിൻ്റെ അകത്ത് ദൂരമുണ്ടെങ്കിൽ വെള്ളം അകത്ത് കയറി ബോട്ട് മുങ്ങും. അപ്പൊ ഇവിടെ ലോകത്തെയും ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം പറഞ്ഞു, എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റില്ല. എനിക്ക് നിന്നെ സ്നേഹിക്കണമെങ്കിൽ നീ എന്നെ സ്നേഹിക്കണം, എങ്കിലും എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ബൈബിൾ വായിക്കുന്നില്ലേ? പക്ഷെ നീ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ബൈബിൾ വായിക്കുന്നത്. നീ കൂട്ടായ്മയിൽ പോകുന്നില്ലേ? എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല നീ കൂട്ടായ്മയ്ക്ക് പോകുന്നത്. സ്നേഹത്തിൽ ചെയ്യും. എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പ്രമാണിക്കണം. ജഡമോഹം, കൺമോഹം ജീവിതത്തിൻ്റെ പ്രതാപം. ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നാണ്. കണ്ണുകൊണ്ട് കാണുമ്പോൾ ആഗ്രഹിക്കുന്നത്, ജഡത്തിന്റെ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയുള്ള താല്പര്യം, ജീവിതത്തിൽ അഭിവൃദ്ധി നേടണമെന്ന ഭൗതികമായിട്ടുള്ള മാത്രം ചിന്ത. ഇത് ഞാൻ തന്നതല്ല. നിങ്ങളെ ഭൂമിയിൽ കെട്ടിയിടാനായിട്ട് ആരോ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഇത് മനസ്സിലാക്കണം. നമുക്കെല്ലാം വേണം ഇവിടെ, പക്ഷെ അതിൽ നമ്മൾ കുടുങ്ങരുത്. അത് ഒരു ദിവസം നമുക്ക് നിഷേധിച്ചാൽ നമ്മുടെ ഭ്രാന്ത് പിടിക്കരുത്. നമുക്ക് കിട്ടുന്ന സ്ഥാനം നഷ്ടപ്പെട്ടാൽ കാലിളകരുത്. ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്ര. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവിഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. ബാക്കി നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ഇപ്പൊ സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ സാധാരണ വിഷയമല്ല, ക്രിസ്ത്യന്റെ രഹസ്യമാണ്. മുന്നോട്ട് നയിക്കുന്ന പ്രചോദനമാണ്, മോട്ടിവേറ്റിംഗ് ഫോഴ്സാണ്. ഇതുള്ളതുകൊണ്ടാണ് മുന്നോട്ട് കാലുവെച്ച് പോകുന്നത്. മുന്നോട്ട് കാലുവെക്കുന്ന നമ്മുടെ കൂടെ ഒരാൾക്കും ഇഷ്ടമുള്ള കാര്യമല്ല. നമ്മുടെ കൂടെയുള്ള വീട്ടിലാകാം, പുറത്താകാം, നാട്ടിലാകാം, സഭയിലാകാം. നമ്മൾ ആത്മീയം വളർന്നാൽ പലർക്കും അസ്വസ്ഥതയുണ്ട്. പക്ഷെ ദൈവമക്കൾ, അബ്രഹാമിനെ ആരും അംഗീകരിച്ചില്ല, നോഹയെ ആരും അംഗീകരിച്ചില്ല. പക്ഷെ നോഹയ്ക്ക് പ്രതീക്ഷയുണ്ട്. എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു വെള്ളപ്പൊക്കം ഉണ്ടാകും. 120 വർഷം പ്രസംഗിച്ചു.
120 വർഷം പ്രസംഗിക്കുമ്പോൾ ഒരു വശത്ത് പണി നടക്കുകയാണ് പെട്ടകത്തിൻ്റെ. താനിതിൻ്റെ കുടുംബം മാത്രമേ പണിയാനുള്ളൂ. നാം മറ്റുള്ളവരൊക്കെ പുച്ഛിച്ച് തള്ളി ഈ കളവനെ. വെള്ളമോ വെള്ളപ്പൊക്കമോ അതെന്താ സാധനം? പക്ഷെ നോഹയും കുടുംബം അധ്വാനിച്ചു, ദൈവം പറഞ്ഞ വാക്കിൽ വിശ്വസിച്ചു. ഓരോ ഉളിയെടുക്കുമ്പോഴും ആണി തടിയിലുണ്ടാക്കുമ്പോഴും കീഴടിക്കുമ്പോഴും ഒക്കെ ആ പ്രതീക്ഷയാണ് ഈ പണിയാൻ സഹായിച്ചത്. ഇല്ലായിരുന്നെങ്കിൽ ഇടയ്ക്ക് പണി നിർത്തും. ലോകത്തിലെ അനേക ദൈവമക്കൾ ഇടയ്ക്ക് വീഴും. കാരണം മുന്നോട്ട് അവരെ നയിക്കാൻ ഒന്നുമില്ല. ദൈവങ്ങളെ സഹായിക്കട്ടെ. തുടരാൻ അടുത്ത പറഞ്ഞു.